ദാസൻ നായർ തന്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിച്ചതിനു ശേഷം കായിക വിഭാഗത്തിലെ മാരത്തോണിൽ തന്റേതായ ഒരു സ്ഥാനം കീഴടക്കുകയും 160-ൽ പരം മത്സരങ്ങളിൽ പങ്കെടുത്ത് അനേകം പുരസ്കാരങ്ങൾ സ്വന്തമാക്കുകയും ചെയ്ത രാമപുരത്തിന്റെ സ്വന്തം ദാസൻ നായർ ഇന്ന് നമ്മുടെ മുന്നിൽ മനസ്സു തുറക്കുന്നു. നമസ്കാരം, ഞാൻ ദാസൻ നായർ. പാല രാമപുരത്താണ് എൻ്റെ വീട്. ഞാൻ BSNL നിന്ന് റിട്ടയറായി സ്റ്റാഫാണ്. ഇപ്പോൾ ഒരു 15 വർഷമായി റിട്ടയറായി. അന്ന് മുതൽ ഞാൻ മാരത്തോൺ ഓടാൻ തുടങ്ങിയതാണ്. ഒരു 160 എണ്ണത്തോളം ഹാഫ് മാരത്തോൺ ഇപ്പോൾ ചെയ്തിരിക്കുകയാണ്. ഞാൻ ടെലികോം മെക്കാനിക്കായിട്ടാണ് ജോലി നോക്കിയിരുന്നത്. അന്ന് മുതൽ ഞാൻ റിട്ടയറായപ്പോൾ മുതൽ എല്ലാ ദിവസവും ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പാല രാമപുരം, പാല കൂത്താട്ടോളം റൂട്ടിലാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത്. ഡെയിലി ഒരു വെളുപ്പിനെ 3 മണിക്ക് എഴുന്നേക്കും, ഒരു 10 കിലോമീറ്റർ ഓടും, 6 മണിയാകുമ്പോൾ തിരിച്ചു വരും. അത് കഴിഞ്ഞ് ഞാനൊരു 10-10:30 ആകുമ്പോൾ വെയിൽ കൊള്ളാനായിട്ട് ഒരു അരമണിക്കൂർ ഓടും. പിന്നെ വൈകുന്നേരം ഒരു അരമണിക്കൂർ ഇതിൽ സ്റ്റെപ്പായിട്ട് നടക്കും. മാരത്തോണിൽ വരാൻ കാര്യം എന്ന് വെച്ചാൽ ഞാൻ 40 വർഷമായിട്ട് നടപ്പായിരുന്നു. ഇന്ന ദിവസം നടപ്പ് കഴിഞ്ഞപ്പം മുതലേ എനിക്ക് റിട്ടയറായി ഒരു ചുമ്മാ ഇരിക്കുമ്പോഴത്തേനും ശരീരത്തിനൊക്കെ ഒരു വല്ലാത്ത അസ്വസ്ഥത തോന്നി. അന്ന് ഞാൻ രാവിലെ ഓടാൻ നടക്കാൻ തുടങ്ങി. അന്നേരം എൻ്റെ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്ന എറണാകുളത്തൊക്കെ അവർ എന്നെ വിളിച്ചു, വരാ ഇവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞ് സോ കൊച്ചിൻ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ്. അതിൻ്റെ ഭാഗമായി അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഓടാൻ തുടങ്ങി. കൊച്ചിൻ എറണാകുളം. ഫസ്റ്റിലെ ഞാൻ മത്സരത്തിൽ പങ്കെടുക്കുന്ന രാമപുരത്താണ്. രാമപുരം അമനകര എന്ന പള്ളി ജംഗ്ഷനിലേക്കാണ് ഫസ്റ്റിലെ. അത് കഴിഞ്ഞ് ഞാൻ കോട്ടയം CMS കോളേജിൽ നിന്ന് വൈക്കം റൂട്ട് പോയി. അത് കഴിഞ്ഞ് ഓരോ റൂട്ട് ഇങ്ങനെ പോയി കേരളത്തിൽ എല്ലാ ജില്ലയിലും പോയി. പിന്നെ തമിഴ്നാട് പോയി, ഉത്തർപ്രദേശ് പോയി, ബോംബെ, അങ്ങനെ മിക്കവാറും എല്ലാം തന്നെ കവർ ചെയ്ത് 160 എണ്ണം ഇന്നുള്ളൂ ആയിട്ട്. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് പാലായില്ല, സെബാസ്റ്റ്യൻ ലൂക്കോസ്. പുള്ളി ഡോക്ടറാണ്, പീഡിയാട്രീഷ്യൻ. പിന്നെ ഒരു അഡ്വക്കേറ്റ് ജെയിംസ് ഉണ്ട്, പാലായിലുള്ള ജെയിംസ് സാറ്. അവരൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണ്. അവരുടെ കൂടെ എപ്പോഴാണ് ഞാൻ ആദ്യമേ ഓടാൻ തുടങ്ങിയത്. ഇപ്പം അവരൊക്കെ എന്നെക്കാൾ ഇച്ചിരിയുടെ പ്രായമായി അവരവിടെ തന്നെ ഓടുന്നു, എൻ്റെ കൂടെ വരുന്നില്ല. ദീർഘദൂര ഓട്ടത്തിനൊന്നും അവരിപ്പം വരുന്നില്ല. ഇപ്പം ഞാൻ ഇവിടുന്ന് ഞാൻ മാത്രമേ ഉള്ളൂ ഈ ജില്ലയിൽ നിന്ന്. പിന്നെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് 1-2 പേരുണ്ട്. പിന്നെ ബാക്കി എല്ലാം എറണാകുളം, തൃപ്പൂണിത്തുറക്കാരാണ്. ബാക്കി കോഴിക്കോട്, തിരുവനന്തപുരംകാരാണ് എല്ലാവരും. ഇവിടുന്ന് ഞാൻ മാത്രമേ ഉള്ളൂ. 160 എണ്ണത്തിൽ ഏറ്റവും വലിയ ഈവന്റ് എന്ന് പറഞ്ഞാൽ ടാറ്റ മുംബൈ എന്ന് പറയും. അത് എല്ലാ വർഷവും ഉണ്ട്. അടുത്ത മാസം ഞാൻ പോകുന്നുണ്ട് അതിന്. അത് 60,000 പേരുകളുണ്ട് ആ ഈവന്റിന്. ഞാനിപ്പം 74 ഏജാണ്, 70+ ഏജിലാണ് ഞാൻ പങ്കെടുക്കുന്നത്. 5 വയസ്സ് ഇടവിട്ടുള്ള ഏജുണ്ട് അവിടെ. 70+ൽ 18,000 പേരുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും വലിയ ഇതാണ് ടാറ്റ മുംബൈ എന്ന് പറഞ്ഞാൽ. പിന്നെ ഗോവയിലും 40,000 ആൾക്കാർ വന്നിട്ടുണ്ട്. പിന്നെ പൂന, പിന്നെ ഇവിടെ ഉത്തർപ്രദേശ്, ഇതെല്ലാം വലിയ ഈവന്റുകളാണ്. 10,000, 30,000, 40,000 ആൾക്കാർ കൂടുന്നതാണ്. ബാംഗ്ലൂർ IT കമ്പനിയുടെ ആയിരുന്നു കഴിഞ്ഞ ആഴ്ച പോയിട്ട് വന്നത്. അതും നല്ല ഈവന്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാ മാസം തന്നെ ഈവന്റ് ഉണ്ട്. ഏറ്റവും വലിയ ബോംബെ ടാറ്റയുടെയാണ് ഓടിക്കൊണ്ടിരിക്കുക. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഈവന്റ് ആണ് ടാറ്റ മുംബൈ എന്ന് പറയുന്നത്. ടാറ്റ മുംബൈ ഈവന്റ് ലോകത്തിന്റെ എല്ലാ ഭാഗത്തുനിന്നും വരുന്നുണ്ട് ആൾക്കാർ. ലോകത്തിന്റെ എല്ലാ ഭാഗത്തുനിന്നും വരുന്നുണ്ട്. 60,000 പേരായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. ഫുൾ മാരത്തോൺ 42.2 കിലോമീറ്റർ, അതിന് 20,000 പേരുണ്ടായിരുന്നു. ഹാഫ് മാരത്തോൺ 30,000 പേര്. പിന്നെ മിനി മാരത്തോൺ എന്ന് പറഞ്ഞാൽ 10 കിലോമീറ്റർ. അങ്ങനെ എല്ലാം കൂടെ ഒരു 66,000 പേരുണ്ട്. അത് ലോകത്തിന്റെ എല്ലാ ഭാഗത്തുനിന്നും അവിടെ വരുന്നുണ്ട്. എന്നാൽ ഛത്രപതി ശിവാജി ടെർമിനൽ എന്നും പറഞ്ഞുകൊണ്ട് വിമാനത്താവളമുണ്ട് ബോംബെയിൽ. അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ട് ബോംബെ ഇവിടെ മഹാരാഷ്ട്ര എന്ന് പറയും. മഹാരാഷ്ട്രയുടെ മിക്കവാറും ഒരു 3/4 ഭാഗം കവർ ചെയ്ത് തിരിച്ച് ഛത്രപതി ശിവാജി ടെർമിനലിൽ എത്തിച്ചേരും. ഉണ്ടാണ് അവിടെ ഭയങ്കര ട്രാഫിക്. അതുപോലെ തന്നെ പോലീസുകാരൊക്കെ നല്ല സഹകരണമാണ് നമ്മുടെ ഇവിടെ. ഭയങ്കര ഏറ്റവും വലിയ ഇവന്റ് ആണിത്. അതുപോലെ തന്നെ ദുബായി പോയി മോൾ എവിടെ ഉണ്ടായിരുന്നു. മോളെ എടുത്ത് ചെന്നപ്പോൾ അവിടെ ഓടാൻ ഒരു ഭാഗ്യം കിട്ടി. ബുർജ് ഖലീഫ ടു ബുർജ് ഖലീഫ, ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടമായ ബുർജ് ഖലീഫ എന്ന് തുടങ്ങി. രണ്ടാമത് വേറൊരു ബുർജ് ഖലീഫ ഉണ്ടായിരുന്നത് തന്നെ അവിടെ വരെ ഓടി. അതും 10,000-20,000 പേരുണ്ടായിരുന്നു. ഒരു അവസ്മരണീയമായ ഒരു ഈവന്റ് ആയിരുന്നു അത്. അതിൽ എനിക്ക് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. സെക്കൻഡ് പൊസിഷൻ ഞാൻ വന്നായിരുന്നു.
അവരെ എല്ലാ വർഷവും ഉണ്ട്. അപ്പം പറ്റുന്നതെല്ലാം ഞാൻ പോയി പങ്കെടുക്കുന്നു. വീട്ടിൽ സപ്പോർട്ടാണ് എല്ലാവരും. ഭാര്യ ടീച്ചറായിരുന്നു, ഇപ്പോൾ റിട്ടയറായി, ഫുൾ സപ്പോർട്ടാണ്. മകൻ ജയകൃഷ്ണൻ, അവൻ്റെ മോള് ദുബായിലുണ്ട്, അവൻ എന്നും വിളിക്കുന്നുണ്ട്, എവിടെയാ ഓട്ടം, ഫുൾ സപ്പോർട്ടാണ് എല്ലാവരും. അതാണ്. പിന്നെ ആൾക്കാർ, ഞാൻ ടൗണിൽ പോകുമ്പം എന്നെ അറിയാൻ മേലാത്ത ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇവിടെ ഇല്ല, എൻ്റെ എന്താ ഇന്ന ഓട്ടം, എപ്പോഴാണ് ഓട്ടം, ഇന്ന അടുത്ത ഓട്ടം എന്ന് എല്ലാവർക്കും അറിയാം ഓട്ടം. അപ്പോൾ അതിൻ്റെ കഥകൾ ചോദിക്കും, അവർക്ക് വലിയ ഇഷ്ടമാണ് ചോദിക്കാനായിട്ട്. അപ്പോൾ ഞാൻ അവരോട് ഇതിൻ്റെ കഥകൾ പറഞ്ഞു കൊടുക്കും, അവർക്ക് വളരെ ഹാപ്പി ആകും ഇത് കേൾക്കുമ്പോൾ തന്നെ. അപ്പം നമ്മൾ അവർ ഓടിയില്ലെങ്കിലും നമ്മൾ കേൾക്കുമ്പോൾ അവർക്ക് ഓടിയൊരു അനുഭൂതിയാണ് അവർക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ. ഇത്ര കിലോമീറ്റർ ഓടിക്കഴിയുമ്പോൾ അവർക്ക് ഒരു സന്തോഷമാണ് നമ്മളത് ചെയ്തെന്ന് പറയുമ്പോൾ. അങ്ങനെയാണ്. അപ്പം നമ്മളിത് ഒരാൾ ചെയ്യും, അവരോട് സന്തോഷത്തോടു കൂടി പറയുമ്പോൾ ആ കേൾക്കുന്ന ആൾക്കും പകുതി എനർജി ഉണ്ടാവും എന്നുള്ളതാണ്. നമ്മളൊരു കാര്യം പറയും. ഇപ്പം ഞാൻ ഇത്രയും കാര്യം നിങ്ങളോട് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഓടിയില്ല തന്നെ നിങ്ങൾക്ക് എനർജി വന്നെന്നുള്ളതാണ്. അതാണ് പോസിറ്റീവ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ചിരിക്കുക, സംസാരിക്കുക, അതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മിങ്കിൾ ചെയ്യുക, അതാണ് സന്തോഷം എന്ന് പറയുന്നത്. നമ്മൾ ആർക്കും അടച്ചുപൂട്ടി ഇരുന്നിട്ടുണ്ടെങ്കിൽ ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മൾ മിങ്കിൾ ചെയ്ത് സ്വന്തക്കാരും ബന്ധുക്കാരുമായിട്ട് നമ്മൾ മിങ്കിൾ ചെയ്ത് മുന്നോട്ട് പോകണം. അത് പ്രത്യേകിച്ച് അടച്ചുപൂട്ടി നമ്മൾ ഇരിക്കരുത്. നമ്മൾ അതിൻ്റെ ഏതൊരു പ്രശ്നത്തെ നമ്മൾ പോസിറ്റീവായിട്ട് സമീപിച്ചിട്ടുണ്ട്, നമുക്ക് ഒരു രോഗമായിട്ട് ഒരു പ്രശ്നവും നമ്മളെ തളർത്തുകയില്ല. ഞാൻ എൻ്റെ റൊട്ടീൻ എന്ന് പറഞ്ഞാൽ ഞാൻ കറക്റ്റ് ഒരു 7:30 ആകുമ്പം ഭക്ഷണം, വൈകിട്ട് സപ്പർ അത്താഴം കഴിക്കും. 7:30 ആകുമ്പോൾ കഴിച്ചാൽ 8:30 ആകുമ്പോൾ ഞാൻ കിടക്കും. 8:00 ആകുമ്പോൾ കിടന്നാൽ 3 മണിയാകുമ്പോൾ എഴുന്നേക്കും. വെളുപ്പിനെ 3 മണിയാകുമ്പോൾ എഴുന്നേക്കും. അലാറൊന്നുമില്ല, തന്നെ എഴുന്നേക്കും, ഓട്ടോമാറ്റിക് എഴുന്നേക്കും. എഴുന്നേറ്റിട്ട് ഞാനൊരു 3/4 മണിക്കൂർ സ്ട്രെച്ചസ് ചെയ്യും. ശരീരം ജോയിന്റ് ഒന്ന് ചൂടാവുക, അന്ന് വാമപ്പ് ചെയ്യാന്ന് പറയും. വാമപ്പ് ചെയ്യാതെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ് പോകും. നമുക്ക് വാമപ്പ് ചെയ്യും. അത് കഴിഞ്ഞ് ഞാൻ ഉള്ള കടുങ്കാപ്പി ഇട്ട് കുടിക്കും. അത് കഴിഞ്ഞ് ഒന്ന് കുളിച്ചേച്ച് ഞാനൊരു 4:30 ആകുമ്പോൾ റോഡിൽ ഇറങ്ങും. കൂത്താട്ടത്തിന് അല്ലെങ്കിൽ പാലാ റൂട്ട് പോകും. പാലാ റൂട്ടിൽ പോയിട്ട് ഒരു 10,000 സ്റ്റെപ്പ് അല്ലെങ്കിൽ 8,000 സ്റ്റെപ്പ് ഓടിയിട്ട് സ്റ്റെപ്പ് വന്നിട്ട് ഞാൻ 10 മണി കഴിഞ്ഞ് ഞാൻ പിന്നെ ഒരു 3-4 കിലോമീറ്റർ വെയിൽ കൊള്ളാൻ പോകും. കാരണം വെച്ചാൽ നമ്മൾ എന്ത് ഭക്ഷണം കഴിച്ചാലും അത് ആ ഭക്ഷണം നമ്മുടെ ഉള്ളിലേക്ക് ആഗിരണം ചെയ്യണമെന്നുണ്ട് വെയിൽ വേണം. വെയിൽ എന്ന് വെച്ചാൽ വൈറ്റമിൻ ഡി വേണം. അത് ഈ ഭക്ഷണത്തിൽ നിന്ന് കിട്ടത്തില്ല നമുക്ക് വൈറ്റമിൻ ഡി. പിന്നെ വെള്ളം, ഒരു 2 ലിറ്റർ വെള്ളം മസ്റ്റ് കുടിക്കും. വേറെ ഇടയ്ക്ക് ചായയും കാപ്പിയൊന്നും കുടിക്കത്തില്ല. ഞാൻ നിവൃത്തിയുണ്ട് ഒരു വർഷം ഞാൻ വെളിയിൽ നിന്ന് കഴിക്കുന്നില്ല. വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം മാത്രമേ ഞാൻ നിവൃത്തിയുടെ കഴിക്കത്തുള്ളൂ. ഇല്ല. പിന്നെ വണ്ടി, കാറുണ്ട്, ഓട്ടോ എല്ലാം ഉണ്ട്. അത് വാറ്റ ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കുള്ളൂ. എനിക്ക് വണ്ടിയെ ഞാൻ പോകത്തില്ല. ഇവിടുന്ന് മിക്കവാറും ഞാൻ ഉഴൂർക്ക് പോകുന്ന രാവിലെ ഇവിടെ നടന്നു പോകത്തുള്ളൂ. പിന്നെ അതുപോലെ വെയിലൊക്കെ ആണെങ്കിൽ തിരിച്ച് ബസ്സിന് ഇങ്ങോട്ട് വരും, അത്രേ ഉള്ളൂ. പിന്നെ പാലായിക്കാണെങ്കിൽ തന്നെ ഞാൻ ഇവിടുന്ന് നടന്നു പോകും. ഒരു ദിവസം പാലായിക്ക് ഇങ്ങനെ നടന്നു പോയി. പാലായി ചെന്നപ്പോൾ സിനിമയുടെ ഒരു ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് കയറി പിന്നെ ഹോം മിനിസ്റ്റർ എന്നും പറഞ്ഞുകൊണ്ടൊരു ഇതുണ്ടായിരുന്നു. അത് കയറി. എന്നിട്ട് അതിന് സെലക്ഷൻ കിട്ടി. ഞാൻ ഇവിടെ പോയി. ഞാൻ 2 ദിവസം അതിന് പോവുകയൊക്കെ ചെയ്തു. അങ്ങനെ ഞാൻ കഴിയുന്നതും ഞാനൊരു നടക്കുന്നതാണ് എനിക്ക്. വാക്കിംഗ് ആണ് താല്പര്യം. കാര്യം വാക്കിംഗ് താല്പര്യം എന്ന് വെച്ചാൽ നമ്മളെ കഫ് മസിൽ നമ്മുടെ എപ്പോഴും സ്ട്രോങ് ആയിരിക്കണം. അങ്ങനെ ആയാൽ മാത്രമേ നമുക്കൊരു സന്തോഷം കിട്ടത്തുള്ളൂ. എന്ന് വെച്ചാൽ ശരീരത്തിന് വേദനയൊന്നുമില്ലാതെ എപ്പോഴും നമുക്ക് ഒരു ഹാപ്പിനെസ് കിട്ടത്തുള്ളത്. മസിൽസാണ് നമുക്ക് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത്. അതിൽ വെള്ളവും നമുക്ക് ആഹാരം, പ്രോട്ടീനും വേണം, എപ്പോഴും കഴിക്കണം. അല്ലാതെ നമ്മൾ അനങ്ങാതെ നമ്മൾ ഒരു നിശ്ചലമായിട്ട് ഇരുന്നിട്ടുണ്ട്, നമ്മൾ ബ്ലഡ് ക്ലോട്ടായി പോകും. നമ്മുടെ ഇത് ബ്ലഡ് ക്ലോട്ടായി പോയിട്ടുണ്ട്, ആകെ പ്രശ്നം, മൊത്തം പെയിൻ ആയിരിക്കും, ജോയിൻ്റ് എല്ലാം പെയിൻ ആയിരിക്കും. അപ്പം ഉറങ്ങുമ്പോൾ ഒരു 6 മണിക്കൂർ മാത്രം നമ്മൾ ശരീരം നിശ്ചലമായിരിക്കണം. എന്നുവെച്ചാൽ അത് മസ്റ്റാണ് 6 മണിക്കൂർ. കാരണം എന്താ വെച്ചാൽ ഈ ദ്രവിക്ക് നമ്മുടെ ഓർഗാനിക് എല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ വർഷം. അത് പണിതുകൊണ്ടിരിക്കുന്നത്, റിപ്പയർ ചെയ്യുന്ന രാത്രി ഉറക്കത്തിലാണ്. അപ്പോൾ അത് 6 മണിക്കൂർ നമ്മൾ ഉറങ്ങണം. ആ കാര്യം എന്താ, ഉറങ്ങാതെ നമ്മൾ രാവിലെ വണ്ടി എടുത്ത് പോയിട്ടുണ്ടെങ്കിൽ വണ്ടി പോയി കുഴിച്ചാടും അപകടം. അതുപോലെയാണ് നമുക്ക് ഉറങ്ങാതെ നമ്മൾ ഏത് ജോലി ചെന്നാലും നമുക്ക് ശ്രദ്ധ കിട്ടിയാല, ഒരു തീരുമാനം എടുക്കാൻ പറ്റിയാല. തീരുമാനം എടുത്താൽ തന്നെ നമുക്കതൊരു പ്രായോഗികമായിട്ട് എത്താൻ പറ്റത്തില്ല, തീരുമാനം ഉറങ്ങിയില്ലെങ്കിൽ. അപ്പോൾ ഉറക്കം മസ്റ്റാണ്. ഉറക്കം, വ്യായാമം, ഭക്ഷണം, നല്ല നല്ല പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ, ഇത് 3 ഉണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല, വിജയിച്ചു പോകാം. എനിക്ക് പുതിയ തലമുറ പിള്ളേരോട് പറയാനുള്ളത്, നിങ്ങൾ മടി ഒക്കെ മറന്ന് രാവിലെ എഴുന്നേൽക്കുക, വെള്ളം കുടിക്കുക. വെള്ളം കുടിച്ചേച്ച് നിങ്ങൾ ഒരു അരമണിക്കൂറെങ്കിലും ഡെയിലി, ആഴ്ചയിൽ 5 ദിവസം എങ്കിലും നിങ്ങൾ നടക്കുക. നല്ല സ്പീഡിൽ ഓടിയില്ലെങ്കിൽ നല്ല സ്പീഡിൽ നടക്കുകയെല്ലാം ചെയ്യുക. രാവിലെ എഴുന്നേറ്റ് ഒരു അരമണിക്കൂർ വീതം ഡെയിലി, ആഴ്ചയിൽ 5 ദിവസം ചെയ്യണം. 2 ദിവസം ചെയ്തിട്ട് മടിയായി പിടിച്ചിരുന്നിട്ടുണ്ട്, ശരീരം ഇറവേഴ്സിബിൾ ആയിപ്പോകും. ഇറവേഴ്സിബിൾ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ തിരിച്ചു കിട്ടാത്ത ഒന്നാണ് ഇറവേഴ്സിബിൾ എന്ന് പറഞ്ഞാൽ. റിവേഴ്സിബിൾ എന്ന് പറഞ്ഞാൽ തിരിച്ചു കിട്ടുന്നതാണ്. അപ്പോൾ റിവേഴ്സിബിൾ അല്ല, ഇറിവേഴ്സിബിൾ ആയി പോകും. നമ്മൾ ആഴ്ച 4 ദിവസം ചെയ്തേച്ച് മുടങ്ങിപ്പോട്ടെ. ഒരു ഹെൽത്തി അറ്റ്മോസ്ഫിയർ വീട്ടിനകത്തും അയലോക്കത്തും അതുപോലെ തന്നെ കൂട്ടുകാരുടെ എല്ലാം നല്ല ഹെൽത്തി ആയിട്ട്
പോവുക, മുന്നോട്ട് പോവുക. അപ്പം നമ്മൾ നല്ലൊരു പൗരന്മാരായിട്ട് നിങ്ങളെല്ലാം വരണമെന്ന് ആഗ്രഹിക്കുന്നു.